കേൾക്കാമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിപൂർണമായ രൂപമാണ് ഇപ്പോൾ ഞാനിവിടെ വായിച്ചത്. മാർഷൽ ആ വിവരങ്ങൾ സമഗ്രമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. AK സ്റ്റെഫിനും പുതുമുഖങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നൽകുന്നു. ഏത് തരത്തിലാണ് ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തെ കാണേണ്ടത്? രതീഷ്, നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. 5 ജില്ലാ സെക്രട്ടറിമാർ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 5 ജില്ലാ സെക്രട്ടറിമാർ പുതിയ പാനലിൽ ഉണ്ട്. അവർ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ M രാജഗോപാൽ കാസർഗോഡ്, K റഫീഖ് വയനാട്, M മെഹബൂബ് കോഴിക്കോട്, VP അനിൽ മലപ്പുറം, KV അബ്ദുൽ ഖാദർ തൃശൂർ എന്നിവരാണ്. AKG സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കൈ പുതിയ CPM സംസ്ഥാന സമിതി അംഗമാണ്. ജോൺ ബ്രിട്ടാസ് CPM സംസ്ഥാന സമിതി അംഗമായി ആയിരിക്കുന്നു. രണ്ടുപേരും ക്ഷണിതാക്കളായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് ജോൺ ബ്രിട്ടാസും ബിജു കണ്ടക്കൈ എത്തിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് M പ്രകാശൻ മാസ്റ്റർ സംസ്ഥാന സമിതിയിലേക്ക് എത്തിയിരിക്കുന്നു. DYFI സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പുതിയ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അവർ രണ്ടുപേരും സംസ്ഥാന സമിതിയിൽ ഇടം പിടിച്ചിരിക്കുന്നു. VK സനോജും V വസീഫും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമായി കമ്മിറ്റിയിൽ വരുന്നു. K ശാന്തകുമാരി MLA പാലക്കാട് നിന്ന്, കോങ്ങാട് MLA K ശാന്തകുമാരി പാലക്കാട് ജില്ലയുടെ പ്രതിനിധിയായി സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നു. മന്ത്രി R ബിന്ദു തൃശൂരിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ എറണാകുളം മേയർ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. M അനിൽകുമാർ, എറണാകുളം മേയർ M അനിൽകുമാർ എറണാകുളത്ത് നിന്ന് കമ്മിറ്റിയിൽ വന്നിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് CITU നേതാവ് PR രഘുനാഥാണ് പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അവിടെ ആനാവൂർ നാഗപ്പൻ മാറിയപ്പോൾ DK മുരളിയാണ്, തിരുവനന്തപുരത്ത് നിന്ന് DK മുരളി വാമനപുരം MLA ആണ് സംസ്ഥാന സമിതിയിലേക്ക് വന്നിരിക്കുന്നത്. S ജയമോഹൻ കൊല്ലത്ത് നിന്ന് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ സെക്രട്ടറിമാർ വന്നിരിക്കുന്നു. ഈ പാനൽ നമുക്ക് ഒന്നാം പേരുകാരനായി പിണറായി വിജയനാണ്. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, TM തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, K രാധാകൃഷ്ണൻ എന്നിവരാണ് 10 പേർ. അതായത് ഈ വർഷം അപ്രതീക്ഷിതമായി സംഭവിച്ചില്ല. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ MV ഗോവിന്ദന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. പുതിയ സംസ്ഥാന കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത് സംസ്ഥാന സമ്മേളനമാണ്. അതേസമയം സംഘടനാപരമായി ആർക്കെങ്കിലും എതിരെ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ടല്ലോ. കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ ചർച്ച കഴിഞ്ഞല്ലോ. അതായത് സംസ്ഥാന നേതൃത്വം ഓരോ ആളുകളുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തി ആ പ്രവർത്തന റിപ്പോർട്ടാണല്ലോ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. ഒഴിവാക്കലുകൾക്കുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒഴിവാക്കലുകളുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ പട്ടിക പുറത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ കൂട്ടിച്ചേർക്കാൻ കഴിയും? അല്ല, EP ജയരാജനും TP രാമകൃഷ്ണനും കമ്മിറ്റിയിൽ തുടരുന്നു. അതിനർത്ഥം രണ്ടുപേർക്കും ഈ വർഷം 75 വയസ്സ് തികയാണ്. പക്ഷേ ഈ വർഷം ജനുവരി 1-ാം തീയതി 75 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമേ പാർട്ടി മാനദണ്ഡം അനുസരിച്ച് പുറത്തു പോകേണ്ടതുള്ളൂ എന്ന ആനുകൂല്യം EP ജയരാജനും അതുപോലെ തന്നെ TP രാമകൃഷ്ണനും രണ്ടുപേർക്കും വരുന്ന 2-3 മാസത്തിനുള്ളിൽ 75 തികയാണ്. പക്ഷേ ഈ രണ്ടുപേരും ആ മാനദണ്ഡത്തിന് പുറത്താവുകയും അതുവഴി സംസ്ഥാന സമിതിയിൽ ഇടം പിടിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനർത്ഥം അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടരും എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പ് ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ നേരത്തെ നേരത്തെ രതീഷ് പറഞ്ഞ പോലെ ഒരു സർപ്രൈസും ഇല്ല. ഏതെങ്കിലും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒഴിവാക്കലുകളോ ഉൾപ്പെടുത്തലുകളോ ഇല്ല. പ്രതീക്ഷിച്ച പേരുകൾ തന്നെയാണ് പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണയേക്കാൾ കൂടുതലായി 2 പേരാണ് സംസ്ഥാന സമിതിയിൽ, 2 അംഗങ്ങളുടെ കൂടുതലാണ് വന്നിരിക്കുന്നത്. അതായത് S ജയമോഹൻ കൊല്ലത്തു നിന്നും DK മുരളി തിരുവനന്തപുരത്തു നിന്നും, ഇവർ രണ്ടുപേരും അവസാനത്തെ 2 അംഗങ്ങളായി സ്ഥാനം പിടിച്ചതോടുകൂടി CPM-ന്റെ സംസ്ഥാന സമിതി പൂർണ്ണമാവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുവ അംഗങ്ങളെ ഉൾപ്പെടുത്തി കൂടുതൽ യുവത്വമുള്ള ഒരു സംസ്ഥാന സമിതി ഉണ്ടായിരിക്കുന്നു CPM-നെ സംബന്ധിച്ച്. ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചപ്പോൾ യുവത്വത്തിന്റെ ഒരു പ്രാമുഖ്യം നമ്മൾ കണ്ടതാണ്. അന്നത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ അതിൽ പ്രതിഫലിച്ചിരുന്നു. ഇപ്പോൾ മുഹമ്മദ് റിയാസ്, M സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. P രാജീവ്, KN ബാലഗോപാൽ തുടങ്ങി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളുടെ വലിയൊരു നിരയുണ്ടായിരുന്നു. പുതുമുഖ തിളക്കം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. ഇക്കുറിയും അത്തരം ഒരു സർപ്രൈസിനുള്ള സാധ്യതയുണ്ടോ? അതോ സംസ്ഥാന കമ്മിറ്റിയുടെ അതേ പാറ്റേണിൽ തന്നെ നിലവിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമോ? അതോ പുതുതായി വീണ്ടും പുതുമുഖങ്ങളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട് എന്ന് അവിടെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ടോ? അല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള പ്രമുഖരായ അംഗങ്ങളുടെ ഒഴിവാകൽ സ്വാഭാവികമായും അവിടെ റീപ്ലേസ് ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ MP രാജേഷ്, മറ്റ് യുവ നേതൃനിരയിലുള്ള നേതാക്കൾ സെക്രട്ടേറിയറ്റിലുണ്ട്. മുഹമ്മദ് റിയാസും KN ബാലഗോപാലും P രാജീവും M സ്വരാജും സെക്രട്ടേറിയറ്റിലുണ്ട്. ആ നിരയിലേക്ക് MP രാജേഷ് കൂടി വരും സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കണ്ണൂരിൽ നിന്ന് PK ശ്രീമതി ടീച്ചർ ഒഴിവാകുമ്പോൾ P ജയരാജനോ P ശശിയോ ഒരു പക്ഷേ 2 പേരുമോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്നേക്കാം. KK സ്റ്റെഫിൻ കൂടി CPM റിപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസ് അതും പരിഗണിക്കപ്പെടുന്നുണ്ട്. നമുക്ക് അക്കാര്യത്തിലൊരു അന്തിമ ചോദ്യത്തിലേക്ക് വരാൻ പറ്റില്ല. സ്റ്റെഫിൻ, ഇപ്പോൾ നോക്കുമ്പോൾ ഈ
പ്രതീക്ഷിച്ചതുപോലെ തന്നെ യുവജന സംഘടനയിലെ പ്രമുഖരായ നേതാക്കളെല്ലാം സംസ്ഥാന സമിതിയിൽ ഇടം പിടിച്ചിരിക്കുന്നു. നമ്മൾ അത് പ്രതീക്ഷിച്ചതാണ്, അത് സംഭവിച്ചിരിക്കുന്നു. ഇനി സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്? ഏതായാലും സെക്രട്ടേറിയറ്റ് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷം മാത്രമേ ആ ഒരു സാധാരണ അങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ എങ്കിൽ തന്നെയും 3 പേരാണ് സെക്രട്ടേറിയറ്റിൽ ഈ പ്രായത്തിന്റെ പരിഗണന വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മാനദണ്ഡം വെച്ചുകൊണ്ട് പുറത്താകുന്നത്. AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ. അവിടെ ആരൊക്കെ വരും? നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ P ശശി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ MP രാജേഷ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഈ P ജയരാജൻ കണ്ണൂരിൽ നിന്നും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഇനി അത് വരിക എന്നത് കാണാം. ഏതായാലും EP ജയരാജനും TP രാമകൃഷ്ണനും സെക്രട്ടേറിയറ്റിലും തുടരും എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഈ സമ്മേളനം നൽകുന്നത്. കാരണം EP ജയരാജനെതിരായി കടുത്ത വിമർശനങ്ങൾ അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്തൊക്കെ പുറത്തു പോകേണ്ടി വന്നുവെങ്കിൽ പോലും സംഘടനാ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ നടന്ന പൊതു ചർച്ചയിലോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ എതിർപ്പ്, വലിയൊരു അമർഷം ആ സമ്മേളനത്തിൽ ഉയർന്നു കേട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി എന്ന് മാത്രമല്ല EP ജയരാജനെ കുറിച്ച് അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു ഒരു വിമർശനം ഉണ്ടായത്. ആകമാനം CPM-ൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കുറച്ച് മുമ്പുള്ള വിമർശനം EP ജയരാജൻ സംഘടനയിൽ അത്ര സജീവമാവുന്നില്ല, LDF കൺവീനർ എന്നുള്ള നിലയിലും സജീവമായില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെയും EP ജയരാജൻ ഏറ്റവും ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം സമ്മേളനകാലം ആകുമ്പോഴേക്ക് സജീവമായെന്നാണ്. അപ്പോൾ EP ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുടരുന്നു എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാമല്ലോ. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെ ഉറപ്പിക്കാം. കാരണം ആ 3-ാം പേരുകാരനായ EP ജയരാജൻ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹം പുറത്തു പോയാൽ. പക്ഷേ നിലവിലേതായാലും ആ സാധ്യത ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. വലിയ അതിശയമൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും യുവ നിരയെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു ലിസ്റ്റാണ് സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് പാർട്ടി ഇതിലൂടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇനി കൂടുതൽ ലക്ഷ്യമിടുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ആരെയൊക്കെയാണ് കൃത്യമായി ഒഴിവാക്കിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാം. രതീഷ്, അതാണ് CPM സംസ്ഥാന സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ പൂർത്തിയായിരിക്കുന്നു. അത് പുതിയ സംസ്ഥാന ജോൺ ബ്രിട്ടാസിനെ കൂടി കുറിച്ച് പറഞ്ഞാലോ? ജോൺ ബ്രിട്ടാസ് മാധ്യമപ്രവർത്തകനായി വരുന്നു. അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവായി മാറുന്നു, രാജ്യസഭാംഗമാകുന്നു. ഇപ്പോൾ CPM സംസ്ഥാന സമിതിയിലേക്കും സ്വാഭാവികമായൊരു മാറ്റം, സ്വാഭാവികമായൊരു സ്ഥാനക്കയറ്റമാണോ പാർട്ടി ജോൺ ബ്രിട്ടാസിന് നൽകുന്നത്? തീർച്ചയായിട്ടും നിതീഷ്, ഒന്ന് രാജ്യസഭാ MP എന്നുള്ള നിലയിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രകടനം ദേശീയ തലത്തിൽ തന്നെ CPM-ന് നല്ല ഊർജം പകരുന്നതാണ്. അദ്ദേഹത്തിന്റെ പാർലമെന്ററി പെർഫോമൻസ് മികച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷാ പ്രാവീണ്യം അതിലൊരു ഘടകവുമാണ്. അപ്പോൾ മികച്ച പാർലമെന്ററി പെർഫോമൻസ്. ഒപ്പം ജോൺ ബ്രിട്ടാസിനെ സംബന്ധിച്ച് അദ്ദേഹം മാധ്യമ രംഗത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹം പാർട്ടി മാധ്യമത്തിന്റെ തലവനായിരുന്നു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പിന്നീട് രാജ്യസഭയിലേക്കും എത്തുന്നതെന്ന് നമ്മൾ കണ്ടു. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസിനെ ഇത്തവണ സംസ്ഥാന സമിതിയിൽ, മുമ്പ് ക്ഷണിതാവായിരുന്നു അദ്ദേഹം, സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു സ്വാഭാവികമായ ചോയ്സ് തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന്റെ മികച്ച പാർലമെന്ററി പ്രകടനം ഒരു ഘടകവുമാണെന്ന് കരുതാം.